ഹായ് ഫ്രണ്ട്സ്, ഒരു 6 മാസത്തിന് മുമ്പ് എടുത്ത വീഡിയോ ആണ് ഇത്. വീഡിയോ എടുത്തു ജസ്റ്റ്, പക്ഷേ അത് അപ്ലോഡ് ചെയ്യാനോ അതിന് വോയിസ് കൊടുക്കാനോ ഒന്നിനും മനസ്സില്ലാതെ ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. ഇന്ന് ജസ്റ്റ് ഗാലറിയിൽ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഈ വീഡിയോ കിടക്കുന്നു. അപ്പം എങ്ങാനും ഡിലീറ്റ് ആയി പോയെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ വോയിസ് കൊടുത്ത് അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യുന്നത് ഒത്തിരി വിഷമത്തോടെയും മനസ്സിന് എന്താ പറയുക ഭാരത്തോടും കൂടെ ചെയ്ത ഒരു വർക്കാണ് കേട്ടോ ഇത്. സാധാരണ ഞാൻ പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ ചത്ത് വീഴുന്ന സ്വഭാവമാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് പൂക്കളും അത് അറേഞ്ച് ചെയ്യാനും ബൊക്കെ ഉണ്ടാക്കാനും ഒക്കെ. പക്ഷേ ഈ ഒരു ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ഒത്തിരി വേദനയോടുകൂടി ഞാൻ ചെയ്ത ഒരു വർക്കാണ് കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് ചെയ്യേണ്ടതായിട്ട് വന്ന ഒരു വർക്കാണ്. അപ്പം നിങ്ങൾ ഓർക്കും അതെന്താന്ന്. വേറെ ഒന്നുമല്ല, എൻ്റെ പപ്പ മരിച്ചിട്ട് 5-ാമത്തെ ദിവസം കല്ലറയുടെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ബൊക്കെയാണ് കേട്ടോ ഇത്. അപ്പം ചേട്ടൻ ചെന്ന് കുറേ പൂക്കളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. എനിക്ക് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നൊന്നും ഐഡിയ ഇല്ല. എന്താണ്ടൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ഈ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചത്. ശരിക്കും പറഞ്ഞാൽ അപ്ലോഡ് ചെയ്യണമെന്നൊന്നും കരുതിയതല്ല. പിന്നെ ഞാൻ ഓർത്തു എങ്ങാനും ഡിലീറ്റ് ആയി പോയെങ്കിലോ, സ്റ്റോറേജ് ഫുള്ളാണ് മൊബൈലിലൊക്കെ. അപ്പോൾ എന്തായാലും അപ്ലോഡ് ചെയ്ത് ഇട്ടേക്കുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണണമെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് കാണാമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഇന്നൊരു വോയിസ് കൊടുത്ത് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ വേണ്ടപ്പെട്ടവരുടെ വേർപിരിയലെന്ന് പറയുമ്പോൾ അപ്പം നമുക്ക് ഒത്തിരി ഒരു ഷോക്ക് ഉണ്ടായാലും പിന്നീട് നമ്മൾ കുറച്ച് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ആകുമ്പോൾ നമ്മൾ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിയും. പക്ഷേ എന്നാലും നമ്മൾ ഓരോ ദിവസവും കടന്ന് ചെല്ലുന്തോറും, ഓരോ ദിവസങ്ങൾ മാസങ്ങളൊക്കെ കഴിയുന്തോറുമാണ് നമ്മുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു മിസ്സിങ് നമ്മൾ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഇടയായിട്ട് എൻ്റെ പപ്പയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.